എന്താ കുടരുന്നുണ്ടോ? Close your bloody mouth. Rishi. Yes, sir. Come on, jump. Abdul Salam. Enter Rabbe. Come on. Get up. Duck! Yours. Yes, sir. Come on. Jump. Siddiq. എനിക്ക് നീന്താൻ അറിയില്ല. Siddiq. Sir. Come on. Come on. അതാണ് എനിക്ക് നീന്താൻ അറിയില്ല സാർ. Come on. Get on this. എനിക്ക് നീന്താൻ അറിയില്ല സാർ. Get on this. അല്ലാ. Get on. കുറച്ചനെ. സാർ അവന് നീന്താൻ. Go back. I say go back. Come on, boys. Siddiq. Siddiq. Breathe. Come on. Siddiq. Come on. Siddiq. Siddiq. Are you all right? Yes, sir. Huh? Yes, sir. Are you all right? Come on. Yes, no problem. Go back. ഒരു വണ്ടിയും കാണുന്നില്ലല്ലോടി. ദാ ഒരു മിലിറ്ററി ജീപ്പ് വരുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ഒഴിച്ചു നോക്കാം. അറിയാ കേട്ടണോ? ആ നായർ സാബങ്ങാണോ അറിഞ്ഞാൽ അങ്ങനെ എങ്ങനെ അറിയാൻ? എന്താ ഒരു ഡൗട്ട്? പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നുന്നു. അളിയ വിട്ടുപോയേക്കാം. കാണാൻ കൊള്ളാവുന്ന രണ്ട് പെൺപിള്ളേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് തരാത്ത ഇവന്മാർ എവിടുത്തുകാരാ? വരുന്നത് കാണണോ? എങ്ങനെ? വാ അളിയ നമുക്ക് പോവാം. എന്തു പറ്റി? വണ്ടി വിടറാ ബാക്കിലോട്ട്. എന്റെ പൊന്നളിയ പ്രശ്നമുണ്ട്. അളിയ ചേർത്ത് നിർത്ത്. മതി മതി മതി. आप लोग स्पेशल आर्म्ड ट्रेनिंग्स है ना? जी हाँ. हमें भी उसी रास्ते पे जाना है. लिफ्ट देंगे? विद प्लेजर. थैंक यू. കണ്ടോടെ എന്തോന്ന് രോമാഞ്ചം? അതെ അതെ എനിക്കുണ്ട്. നിനക്കെന്തിന്? ഓ അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളോ? ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അല്ലടയാ നമ്മളെന്തിനാ ചമ്മുന്നത്? മലയാളം കേട്ടിട്ട് അവർക്ക് എന്ത് പുല്ല് മനസ്സിലാവാനാ? അത് ശരിയാ. രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. ഓടാ, ആ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ? ബംഗാളികളാ.
വങ്കസുന്ദരികൾ. പോടാ വങ്ക. വിളഞ്ഞ ഗോതമ്പിന്റെ നിറം, സൂര്യകാന്തി കണ്ണുകൾ, രവി, ചലം, ബിയാസ് നദികളുടെ പ്രശാന്തത. നാം ക്യാ ഹൈ? പ്രഭ. പ്രഭ. അളിയ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. ഇതല്ലാതെ മറ്റൊരു പേരും അവൾക്ക് ചേരില്ല. പ്രഭ, പ്രഭാമയി. तुम्हारा नाम क्या है? പാർവതി. പാർവതി, ശിവപാർവതി. മഞ്ഞു മൂടിയ മലകൾ, കൈലാസം, പ്രകൃതി പുരുഷ സംഗമം. അളിയ, കവിത വരുന്നളിയ. ഞാനിവളെ പാറു എന്ന് വിളിക്കും. അത് കൊള്ളാം. आप लोग आपस में बात करते ही रहेंगे या गाड़ी भी चलाएंगे? जरूर जरूर. Stop here. നിർത്തേ. Be careful. Thanks. See you. അല്ലേ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലാവാം. മലയാളം. അയ്യോ, എന്തു പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. ആളറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണം. അതെ, ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ജേണി. താങ്ക് യു. പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പ്രഭ, നിങ്ങളുടെ ബ്രിഗേഡിയർ സാബിന്റെ മകൾ. അയ്യോ, ബ്രിഗേഡിയർ സാബിനോട് പേടിക്കണ്ട, ഞാൻ ഡാഡിയോടൊന്നും പറയില്ല. ആ, ഇതെന്റെ കൂട്ടുകാരി പാർവതി. ഹലോ. ഹലോ. എന്റെ ചേട്ടനെ അറിയും, കുമാർ. 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഓ, അറിയാം. നിങ്ങൾ ട്രെയിനീസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആന്റണി. ഇവൻ ഗോപാലൻ. കോവാലനോ? അല്ല, ഗോപകുമാർ. അതെ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാം ഗോപാല എന്നാ വിളിക്കുന്നത്. അല്ലേ അളിയാ? നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. ഓക്കെ ഓക്കെ. നീ എന്ത് മറ്റേടാ പറ കാണിച്ചത്? കാര്യം എന്താണെന്ന് പറ. എന്താ പ്രശ്നം? കാര്യം എന്ത്? എന്താ കാര്യം? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസ്രാണിയുടെ സ്വഭാവ. നീ എന്തിനാ അവരോട് കോവാലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ? എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 മോശമായി. അളിയ ഗോപകുമാറെ, അളിയന്റെ ഗ്ലാമറിന്റെ മുമ്പിൽ എന്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ? ഇനി അങ്ങനെ വിളിക്കൂ? ഇല്ല ഇല്ല, തീർന്നില്ലേ പ്രശ്നം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴക്കിട്ടാലോ? ഗോപ, ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം, അവന്റെ സ്വഭാവം നന്നായിട്ട്. എടാ ഉപ്പുമാങ്ങ നസ്രാണി, നിന്നെ ഞാൻ തോറ്റ്. തല്ല് മുഴുവൻ കിട്ടിയത് ആ പാവം ആന്റണിക്കാ. ആർക്കാ? നിന്റെ കൊമ്പനോ? ഇടി, ആന്റണി ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞതാ. കുടിച്ചത് മുഴുവൻ ആരാണെന്നറിയോ? നിന്റെ കോവാലൻ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ദാ വരുന്നല്ലോ കോവാലൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂട്ടുകാരൻ എന്തേ? ആന്റണി. അയ്യോ, അവനെ അങ്ങനെ വിളിക്കരുത്. ഈ കുട്ടിയാണെങ്കിൽ അവന് വലിയ ഇഷ്ടമായിരിക്കുക.
അടുപ്പമുള്ളവര് ഇക്രു എന്ന് വിളിക്കുന്ന അവനിഷ്ടം. അതെ, ഇക്രു. ദേ വരുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ വിളിക്കട്ടെ? വേണ്ടടി. ഇക്രു സാർ, ഇക്രു സാർ. ഇക്രു സാർ എന്താ പിന്നിലായി പോയേ? കോവാലിനെതിരെ വന്നിരുന്നു. ഞാൻ ചെല്ലട്ടെ, ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട്. നിന്നടാ. നിക്കല പറഞ്ഞു. ആരാടാ ഇക്രു? ആ, എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. മതിലകത്ത് മാധവൻ നായർ, നിന്റെ തന്ത. ലൈഫ് വെച്ചാണോടാ കളിക്കുന്നത്? അവൾ തമാശക്കാണ് ഇക്രു സാർ എന്ന് വിളിച്ചതെങ്കിലും ആ ശബ്ദത്തിന്റെ മാധുര്യം എന്റെ ഹൃദയത്തിലാകെ നിറഞ്ഞു പോയടാ. ഇക്രു എന്ന് വിളിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഇറ്റു നിന്നിരുന്ന എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? തേൻ. തേൻ. ചുമ്മാ ഒലിപ്പിക്കാനാ. അതേടാ, നിനക്കൊക്കെ അസൂയ. കവികളെയും കാമുകന്മാരെയും ലോകം കളിയാക്കിയിട്ടേ ഉള്ളൂ. കുളിരും നിലാവും കളി പറയുന്ന ഈ രാത്രിയിൽ ഒരു കാമുകനും ഉറങ്ങാൻ പാടില്ല.